ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഒരു ആശ്രമവും അവിടെ ഒരു സ്വാമിയും ഉണ്ടായിരുന്നു. ആ സ്വാമിയുടെ പേരാണ് കോദണ്ഡസ്വാമി. അദ്ദേഹം കുറെ അത്ഭുത സിദ്ധികളുള്ള ഒരു സ്വാമിയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ അയൽ ഗ്രാമത്തിലെ ആളുകൾ പോലും ആ ആശ്രമത്തിൽ വന്ന് അവരുടെ വിഷമങ്ങൾക്ക് പ്രതിവിധി തേടാറുണ്ടായിരുന്നു. ഒരു ദിവസം മല്ലിക എന്ന പേരുള്ള ഒരു യുവതി സ്വാമിയെ കാണാൻ വരുന്നു. അവളെ കണ്ട സ്വാമി ഇങ്ങനെ പറയുന്നു: എന്തു വേണം മോളെ? ഇവിടെ വരാനുണ്ടായ കാരണം എന്താണ്? നിന്റെ സങ്കടം എന്താണ്? നിന്റെ വിഷമങ്ങൾ മാറ്റാൻ എനിക്ക് കഴിയും. സ്വാമിജി, എനിക്ക് കല്യാണപ്രായമായി. പക്ഷെ ഇതുവരെ എന്റെ കല്യാണം നടന്നിട്ടില്ല. എനിക്ക് ഏത് ആലോചന വന്നാലും അത് നടക്കാതെ പോകുന്നു. ഒരാലോചനയും കല്യാണത്തിലേക്ക് എത്തുന്നില്ല. ദയവ് ചെയ്ത് താങ്കൾ എന്നെ സഹായിക്കൂ. ദുഃഖിക്കേണ്ട മകളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ കിഴക്ക് ദിശയിൽ സഞ്ചരിച്ചാൽ നിനക്കൊരു വലിയ നദി കാണാം. അതിൽ നീ 30 ദിവസം മുങ്ങി കുളിക്കണം. 31-ാം ദിവസം നിന്റെ കല്യാണം ഉറപ്പായി നടക്കും. ഇങ്ങനെ സ്വാമി അവൾക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു. ശരി സ്വാമി, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ ഒരാൾ ഒരു കുരങ്ങനെയും കൊണ്ടുവരുന്നു. സ്വാമി, ചെറുപ്പം മുതലേ എൻ്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ കുരങ്ങനെ കൊണ്ട് ഓരോ കലാപരിപാടികൾ ചെയ്യിക്കുന്നത് കൊണ്ട് കുറച്ച് കാശ് കിട്ടുന്നു. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. താമസിക്കാൻ ഒരു വീട് പോലുമില്ല. എല്ലാ നേരവും ഭക്ഷണവും ലഭിക്കാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരൂ സ്വാമി. ഉറപ്പായി മകനെ, നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് കിഴക്ക് ദിശയിൽ പോയാൽ ഒരു വലിയ നദി കാണാം. ആ നദിയിൽ നീ എന്തിട്ടെടുത്താലും അത് സ്വർണമായി മാറും. ആ സ്വർണം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാം. അതുപോലെ നിനക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം നിനക്ക് ലഭിക്കും. ഇത് കേട്ട് അവൻ വലിയ സന്തോഷത്തിൽ കിഴക്കു ദിശയിൽ നടന്ന് ആ നദിയുടെ അടുത്തെത്തുന്നു. അവൻ ആ നദിയിലോട്ട് നോക്കി നിൽക്കുമ്പോൾ അവന്റെ കുരങ്ങൻ ഇങ്ങനെ പറയുന്നു: എന്താ, എന്തു പറ്റി? സ്വാമി പറഞ്ഞതുപോലെ എന്തെങ്കിലും ആ നദിയിലേക്ക് ഇടൂ. കുരങ്ങൻ ഇത് പറയുന്നത് കേട്ട യുവാവ് ഇങ്ങനെ പറയുന്നു: ശരിയാ, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് നീയല്ലാതെ മറ്റൊന്നുമില്ല. എന്താ, നിന്നെ ഇതിലേക്ക് ഇടട്ടെ? ഇത് കേട്ട കുരങ്ങൻ പേടിച്ചുപോയി. എൻ്റെ അമ്മോ, എന്നെ ശരിക്കും വെള്ളത്തിൽ ഇടാൻ പോവാണോ? ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പേടിച്ച് ഓടിപ്പോകുന്നു. ആ യുവാവ് നാലുപാട് നോക്കി നിൽക്കുന്നു. ഓടി മാറി ഒരു കല്ലിന്റെ മുകളിൽ ഇരിക്കുന്ന കുരങ്ങന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചുറ്റും നോക്കുന്നു. അപ്പോൾ അവൻ ഒരു മോതിരം കാണുന്നു. ആ മോതിരവും കൊണ്ട് അയാളുടെ അടുത്ത് പോയിട്ട്: എൻ്റെ കൂട്ടുകാരാ, ഒന്നിങ്ങി നോക്കിക്കേ, എനിക്ക് എന്താ കിട്ടിയെന്ന് നോക്കിക്കേ. കുരങ്ങൻ അവനെ കളിയാക്കുകയാണെന്ന് അവൻ കരുതി. ഒന്ന് നിർത്ത് കുരങ്ങച്ചാ, ഞാനിവിടെ ഒന്നും കിട്ടാതെ വട്ടായി നിൽക്കുവാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ കുരങ്ങനെ ദൂരത്തേക്ക് എറിയുന്നു. കുരങ്ങൻ ആ നദിയിൽ പോയി വീഴുന്നു. അത് കണ്ട അയാൾ ഇങ്ങനെ പറയുന്നു: അയ്യോ എൻ്റെ ചങ്ങാതി, ഞാൻ എന്തു വലിയ അബദ്ധമാണ് കാണിച്ചത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുരങ്ങൻ ഒരു സ്വർണ്ണ കുരങ്ങനായി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. അത് കണ്ടതും അവൻ അത്ഭുതപ്പെട്ടുപോയി. അയ്യോ, ഇപ്പോൾ നിന്നെ കണ്ടാൽ എങ്ങനെയാണെന്നറിയാമോ? സ്വർണത്തിൽ മുക്കിയെടുത്ത പാവയെ പോലെയുണ്ട്. നീ എന്നെ മനഃപൂർവ്വം വെള്ളത്തിൽ ഇട്ടതല്ലേ? ഇപ്പോൾ എൻ്റെ കോലം നോക്ക്. ഇങ്ങനെ പറഞ്ഞ ആ കുരങ്ങൻ കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നു: എടാ ചങ്ങാതി, ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. നീ വിഷമിക്കാതെ. ഇപ്പോൾ നിന്നെ കാണാൻ നല്ല രസമാണ്. ഈ അവസ്ഥയിൽ നിന്നെ കാണുമ്പോൾ മനസ്സിനൊരു ശാന്തി തോന്നുന്നു. നമുക്കിപ്പോൾ പോയാലോ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് കുരങ്ങനെയും കൂട്ടി അവൻ പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൻ ഈ കുരങ്ങനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്കൊരു ഐഡിയ കിട്ടി. അവൻ ആ കുരങ്ങനെയും കൂട്ടി ഒരു നാൽക്കവലയിലേക്ക് പോകുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു: മാന്യമഹാജനങ്ങളെ, ഈ കുരങ്ങൻ്റെ വിഗ്രഹം സംസാരിക്കും, ഡാൻസ് ചെയ്യും, ചാടും, അതുപോലെ എന്തും ചെയ്യും. ഇവൻ കാണിക്കുന്ന ഈ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ. അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ അവിടെ കൂടി നിന്നവർ അതൊരു വിഗ്രഹമാണെന്ന് വിശ്വസിച്ചു. അവർ പരസ്പരം ഇതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല സുന്ദരനാണല്ലോ ഈ കുരങ്ങൻ. ഇവൻ വിഗ്രഹമാണെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ, കൊള്ളാലോ. അങ്ങനെ എല്ലാവരും അത്ഭുതപ്പെട്ട് ആ കുരങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആ കുരങ്ങനെ കൊണ്ട് അയാൾ സർക്കസ് ചെയ്യിക്കുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവരും കൈയടിക്കുന്നു.
അതുപോലെ എല്ലാവരും അയാൾക്ക് പൈസയും കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് നല്ല കാശുണ്ടാക്കുന്നു. അവൻ ആ കുരങ്ങനോട് ഇങ്ങനെ പറയുന്നു: നോക്ക്, നീ കാരണം ഞാൻ ഇത്രയും കാശുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കാശില്ലാത്തവരല്ല. ഇതെല്ലാം ആ സ്വാമിജിയുടെ കൃപ കൊണ്ടാണ്. അതുപോലെ അറിയാതെ പറ്റിയ ആ അബദ്ധവും ഇതിനെല്ലാത്തിനും കാരണമാണ്. ഇനി നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തിലാണ്. ശരി, എന്നാൽ നമുക്ക് നദിക്കരയിലോട്ട് പോകാം. നിന്റെ കയ്യിലുള്ള പഴയ വസ്തുക്കളൊക്കെ കൊണ്ടുവാ. അത് നമുക്ക് സ്വർണമാക്കി മാറ്റാം. ശരിയാണല്ലോടാ ചങ്ങാതി, നീ ഓർപ്പിച്ചത് നന്നായി. ഞാനിപ്പോൾ കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ് അവന്റെ കയ്യിലുള്ള പഴയ വസ്തുക്കളൊക്കെ ഒരു ഭാണ്ഡത്തിലാക്കി അവർ നദിക്കരയിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും ആ നദിക്കരയിലിരുന്ന് കയ്യിലുള്ള പഴയ വസ്തുക്കൾ ഓരോന്നായി നദിയിലേക്ക് എറിയുന്നു. എറിയുന്ന ഓരോ വസ്തുവും സ്വർണമായി മാറി പുറത്തു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എറിയുന്നു, അത് സ്വർണമാകുന്നു. ഇത് തുടർന്നുകൊണ്ടിരുന്നു. സ്വർണമായി മാറിയ വസ്തുക്കൾ കണ്ട് അവർ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ആ നദിയിലേക്ക് ഓടി വരുന്നത് അയാൾ കാണുന്നു. അയ്യോ, ദേ ഒരു പെൺകുട്ടി നദിയിലേക്ക് ഓടുന്നു. പോയി അവളെ രക്ഷിക്കേ. കുരങ്ങൻ അങ്ങനെ പറഞ്ഞതും അയാൾ ഓടി നദിയിലിറങ്ങി ആ പെൺകുട്ടിയെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ആരാണ് നിങ്ങൾ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? സ്വാമിജി പറഞ്ഞ പ്രകാരം ഈ 31-ാം ദിവസവും വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കുമായിരുന്നു. നിങ്ങൾ അത് കുളമാക്കി. ഷോ, ഇനി എന്നെ ആര് കല്യാണം കഴിക്കും? ഇത് കേട്ടിട്ട് അവൻ ഇങ്ങനെ പറയുന്നു: അയ്യോ, എന്നോട് ക്ഷമിക്കൂ. താങ്കൾ കരയാതിരിക്കൂ. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കാം. കാരണം സ്വാമിജിയുടെ ആ വാക്കുകൾ എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ മുങ്ങി മരിച്ചാലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. സത്യം? താങ്കൾ എന്നെ വിവാഹം കഴിക്കുമോ? എനിക്ക് വലിയ സന്തോഷമായി. ഇങ്ങനെ അവളെ വലിയ സന്തോഷവതിയായി കണ്ട് അവൻ ഇങ്ങനെ പറയുന്നു: വരൂ, സ്വാമിജി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമുക്ക് സ്വാമിജിയെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അങ്ങനെ ആ 3 പേരും സ്വാമിജിയുടെ അടുത്ത് പോയി ഇങ്ങനെ പറയുന്നു: സ്വാമിജി, താങ്കൾ പറഞ്ഞ പോലെ എന്റെ ആഗ്രഹം നടന്നു. താങ്കൾ പറഞ്ഞിരുന്നു 31-ാം ദിവസം എന്റെ കല്യാണം നടക്കുമെന്ന്. നോക്കൂ, എനിക്കെന്റെ വരനെ കിട്ടി. സ്വാമിജി, താങ്കളുടെ വരം കൊണ്ട് ഞാൻ ധാരാളം പണമുണ്ടാക്കി. എൻ്റെ ചങ്ങാതി സ്വർണ്ണക്കുരങ്ങനായി മാറി എന്നെ വളരെയധികം സഹായിച്ചു സ്വാമി. ഈ ലോകത്ത് നമ്മുടെ ഭാവി എങ്ങനെ മാറി മറിയുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാനൊരു വരം തന്നതുകൊണ്ട് നിങ്ങൾക്കത് രണ്ടുപേർക്കും ഉപകാരമായത് കണ്ടോ? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പഴമൊഴി. സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിവാഹവും മഴയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എല്ലാം നടക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ടതുപോലെ തന്നെ സംഭവിക്കും. ശരിയാണ് സ്വാമി, എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ. സ്വാമിജി, താങ്കൾ ഞങ്ങളുടെ കല്യാണം നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അവൻ അങ്ങനെ ചോദിച്ച ഉടനെ സ്വാമി തന്റെ അത്ഭുത സിദ്ധിയാൽ 2 പൂമാല വരുത്തിച്ചു. അവരുടെ വിവാഹം നടത്തുന്നു. അവർക്ക് 2 പേർക്കും വലിയ സന്തോഷമാകുന്നു. സ്വാമിജി, അങ്ങ് ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു. ഞങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വലിയ നന്ദിയുണ്ട് സ്വാമിജി. അങ്ങനെ അവർ അവരുടെ നന്ദി സ്വാമിയെ അറിയിക്കുന്നു. ഇത്രയുമായപ്പോൾ ആ കുരങ്ങൻ പിണങ്ങി കുറച്ച് മാറിപ്പോയിരിക്കുന്നു. എന്തുപറ്റി ചങ്ങാതി? എന്താ പിണങ്ങിയിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിങ്ങൾക്കെന്താ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഭാര്യയും വന്നു. ഇനി എൻ്റെ കൂടെ ആര് കളിക്കും? എൻ്റെ കാര്യം എന്താകും? ഇങ്ങനെ കുരങ്ങൻ ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. നിനക്ക് ഒരു സുഹൃത്തിനെ വേണോ? വാ, ഞാൻ നിനക്കൊരു പുതിയ സുഹൃത്തിനെ തരാം. സ്വാമി അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ പെൺകുരങ്ങിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. പെൺകുരങ്ങിനെ കണ്ടപ്പോൾ കുരങ്ങൻ ഇങ്ങനെ പറയുന്നു: സ്വാമിജി, ഈ സമ്മാനം എനിക്ക് വളരെ ഇഷ്ടമായി. ഞങ്ങളുടെ വിവാഹവും നടത്തിത്തരൂ. ഉറപ്പായും കല്യാണം നടത്താം. അങ്ങനെ പറഞ്ഞ് ആ 2 കുരങ്ങന്മാരുടെയും കല്യാണവും സ്വാമി നടത്തി കൊടുക്കുന്നു. ആ പെൺകുരങ്ങ് സന്തോഷത്തോടെ പറയുന്നു: സ്വാമിജി, ഇനി ഞങ്ങൾക്കും എപ്പോഴും കളിക്കാമല്ലോ. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹമാണ്. ഇത് പറഞ്ഞ പെൺകുരങ്ങും അത് കേട്ട് സ്വാമിജിയും ചിരിക്കുന്നു.
അങ്ങനെ അവർ എല്ലാവരും ഒരു വീട്ടിൽ താമസിച്ച് ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ കഴിയുന്നു. ഇങ്ങനെ സ്വാമിയുടെ അനുഗ്രഹത്താൽ 4 പേരുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയുന്നു. ഇങ്ങനെ അയാളും ആ കുരങ്ങനും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്: സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ഹിതം മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. ഇവരുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുണ്ടാവാനുള്ള കാരണം ദൈവമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവത്തിൽ വിശ്വസിച്ച് നല്ല സമയത്തിനായി കാത്തിരിക്കുന്നവരെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അവർക്ക് നല്ല ജീവിതവും ലഭിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. മറ്റു നിരവധി നല്ല കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.